കനത്ത മഴയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറാൻ കാരണമായത് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പിൻവശത്ത് റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ പറഞ്ഞു. മഴക്കാലത്തോട് അനുബന്ധിച്ച് 42 ഡിവിഷനുകളിലും മഴക്കെടുതി അതിരൂക്ഷമായിട്ട് നിലനിൽക്കുക തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഉത്രാളിക്കാവ് അമ്പലത്തിനോട് അടുത്ത് തന്നെ ഉത്രാളിക്കാവ് അമ്പലത്തിലേക്കും വെള്ളം കയറുന്ന ഒരു കഴിഞ്ഞ രാത്രിയിലെ ഒരു മഴയും ഈ രാവിലത്തെ ഒരു മഴയും കാരണം ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് ഇവിടെ റെയിൽവേയുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കൂടി സംസാരിച്ച് ഈ ഉത്രാളിക്കാവ് പൂരം ക്ഷേത്ര സമിതി അംഗങ്ങളുമായി സംസാരിച്ച് ഇവിടെ അതിനുള്ളൊരു പരിഹാരം കാണാനായിട്ട് JCB ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഒരു ചാലാക്കിയിട്ട് ആ വെള്ളം അമ്പലത്തിലേക്ക് വരാത്ത സ്ഥിതിയിലാക്കിയിട്ടുണ്ട്. അത് ശാശ്വതമല്ല എങ്കിലും താൽക്കാലികമായിട്ട് അതിനെ പൂർണ്ണമായി വെള്ളം അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളക്കെട്ട് തടയാൻ വേണ്ട നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്ന് നഗരസഭ റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടു. റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ് ഇപ്പോഴുണ്ടായ ക്ഷേത്രത്തിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PR സുരേഷ് കുമാർ പറഞ്ഞു. റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ഭീഷണിയായിട്ടുള്ള വെള്ളപ്പൊക്കം എന്നിവ നടക്കുകയാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വെള്ളക്കെട്ട് മാറാത്തൊരവസ്ഥ, ഭയങ്കര ഭീകര അന്തരീക്ഷമാണ് ഇവിടെ നടക്കുന്നത്. ഈ റെയിൽവേയുടെ അനിയന്ത്രിതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നമ്മളുമായി സംസാരിച്ചപ്പോൾ 3 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വർക്കുമായിരുന്നു. അത് ഏകദേശം 2 വർഷക്കാലമായി ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. റെയിൽവേയുടെ ഒരു അനാസ്ഥ, ഉത്രാളിക്കാവ് അമ്പലത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിലാക്കണമെന്ന് നമ്മൾ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി യാതൊരു നടപടിയുമായി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ഉത്രാളിക്കാവിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലും ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ അധികാരികൾ എത്ര പെട്ടെന്ന് തന്നെ ഈ വർക്ക് അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ള കാര്യം. ഈ മാസം 7-ാം തീയതി മുതൽ ക്ഷേത്രത്തിൽ നവാഹയജ്ഞം ആരംഭിക്കാനിരിക്കെ ക്ഷേത്രത്തിൽ വെള്ളം കയറിയത് മൂലം ഭക്തർക്ക് ഏറെ ആശങ്കയുള്ളതായി അദ്ദേഹം പറഞ്ഞു. റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഉത്രാളിക്കാവിലേക്ക് വെള്ളം കയറാൻ പ്രധാന കാരണമെന്ന് ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ C സുരേഷ് കുമാർ പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക്, അതായത് ഒരു അഞ്ചിഞ്ചാലാണ് ഇതിന്റെ ഈ റെയിൽവേയോട് ചേർന്നിട്ട് അഞ്ചിഞ്ചാലാണ് പോകുന്നത്. വെള്ളം ശരിക്കും പോകേണ്ടത് ഈ ചാലുകൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഇതിന്റെ നിർമ്മാണ കാരണം ഒരുപാട് മണ്ണ് കൊണ്ടിട്ട് ഇപ്പോൾ ഡൈവേഴ്സായിട്ടാണ് ഈ വെള്ളം പോണത്. അതായത് ഇപ്പോൾ നിലവിലുള്ള പാടത്തേക്ക് വെള്ളം കയറിയിട്ട് ഉത്രാളിക്കാവിൻ്റെ സൈഡ് കൂടിയാണ് വെള്ളം ഒഴിഞ്ഞു പോണത്. ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഒരു ചെറിയൊരു ചാല് റെഡിയാക്കിയിട്ടുണ്ട്. അത് ശാശ്വത പരിഹാരമല്ല. ഇനിയൊന്ന് വലിയൊരു മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നഗരസഭയും മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ ബന്ധപ്പെട്ട് ഇതിനു വേണ്ട ഒരു നടപടി സ്വീകരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും അവരുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.